അന്ന് ഉണ്ണിമോളെയും വീണയെയും സ്കൂളിൽ കൊണ്ടുപോയി വിട്ടത് ലക്ഷ്മിയായിരുന്നു. പക്ഷെ അവൾ തൻ്റെ വീട്ടിലേക്ക് പോയില്ല. അവൾ അവരെ രണ്ടാളെയും കോളേജിൽ കൊണ്ടുവിട്ടിട്ട് തിരികെ വീട്ടിലെത്തിയപ്പോൾ ശേഖരനും സുമിത്രയും പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ രണ്ടാളും വിജിയെ കാണാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറഞ്ഞിരുന്നു. ലക്ഷ്മിയും വൈശാഖനും പെൺകുട്ടികളും ചേർന്ന് മറ്റൊരു ദിവസം പോകുവാനാണ് തീരുമാനിച്ചത്. മോളെ, അമ്മയെല്ലാം കാലാക്കിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് എല്ലാം എടുത്ത് കഴിച്ചോണം. നിനക്ക് തനിച്ചിരിക്കാൻ പേടിയുണ്ടോ മോളെ? സുമിത്ര ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഇല്ലമ്മേ, എന്തിനാ പേടിക്കണത്? ഞാനിവിടെ ഇരുന്നോളാം. അമ്മ പോയിട്ട് വാ. കുറച്ച് കഴിഞ്ഞതും അവർ രണ്ടാളും വിജിയുടെ വീട്ടിലേക്ക് പോയി. ലക്ഷ്മി വീടിനകത്ത് കയറി വാതിലടച്ച് ബോൾട്ടിട്ടു. ഇടയ്ക്ക് അവൾ നോക്കിയപ്പോൾ സുമിത്രയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അവൾ നോക്കിയപ്പോൾ വൈശാഖനാണ്. അവിടെ കിടന്ന് അടയ്ക്കട്ടെ. അവൾ മനഃപൂർവ്വം ഫോൺ എടുത്തില്ല. 2-3 തവണ കൂടി ഫോൺ റിങ് ചെയ്തെങ്കിലും അവളത് അറ്റൻഡ് ചെയ്തതേയില്ല. പെട്ടെന്ന് അവളുടെ ഫോണും റിങ് ചെയ്തു. അതും വൈശാഖനായിരുന്നു. 2ാമത്തെ തവണ അവൾ ഫോൺ എടുത്തു. ഹലോ. അവൾ ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചു. എവിടെ പോയി കിടക്കുമായിരുന്നടി നീയ? എന്ത് കൂത്ത് കാണുവാ നീ അവിടെ? അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം അവൾ കേട്ടു. ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്താ വിളിച്ചത്? അവൾ താല്പര്യമില്ലാത്ത മട്ടിലാണ് പ്രതികരിച്ചത്. നീ തനിച്ചല്ലേ ഉള്ളൂ, സൂക്ഷിച്ചോണം. ആര് വന്നാലും വാതിൽ തുറക്കരുത്. ഞാനതിന് കുഞ്ഞുവാവിയൊന്നുമല്ല. നിങ്ങളുടെ വിലയേറിയ ഉപദേശത്തിന് നന്ദി. അവൾ ഫോൺ വെച്ചു. വിജിയുടെ വീട്ടിൽ എല്ലാവർക്കും ആകെ സന്തോഷമായിരുന്നു. സുമിത്രയും ശേഖരനും വന്നപ്പോൾ കുറേയേറെ പലഹാരപ്പൊതികൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൾക്കിഷ്ടമുള്ള നെയ്യപ്പം, പഴംപൊരി, അച്ചപ്പം, കട്ട്ലറ്റ്, ലഡു ഒക്കെ ഉണ്ടായിരുന്നതിൽ. അച്ഛനും അമ്മയ്ക്കുള്ള ഊണൊരുക്കുന്നതിലാണ് വിജി. ഏത് ഹോസ്പിറ്റലിലാണ് മോളെ പോയത്? സുമിത്ര മകളെ നോക്കി. ഇവിടെ മിഷൻ ഹോസ്പിറ്റലിലാണമ്മേ പോയത്. അവിടെ ഒരു മൃദുല മാഡം ഉണ്ട്, നല്ല ഡോക്ടറാ. മകൾ അമ്മയോട് എല്ലാം വിശദീകരിച്ചു. ലക്ഷ്മി എങ്ങനെയുണ്ടമ്മേ? പാവാണോ? ആ കുട്ടി ഒരു പാവാണ്, ഒരു കുഴപ്പമില്ല. അയ്യോ, ഞാൻ ആ കുട്ടിയൊന്നും വിളിച്ചില്ലല്ലോ. ഇപ്പം വരാം. അവൾ ഭർത്താവിൻ്റെ അരികിലേക്ക് വേഗം ചെന്നു. അതെ, ലക്ഷ്മി മോളെ ഒന്നും വിളിച്ചില്ലല്ലോ. ആ കുട്ടി എന്തെടുക്കുവാണോ? ഞാൻ വിളിച്ചായിരുന്നു. അവൾ TV കാണുവാണ്. വിളിച്ചപ്പോൾ പറഞ്ഞു. കണ്ടോ കണ്ടോ, അമ്മ മറന്നെങ്കിലും അച്ഛൻ മരുമകളെ മറന്നിട്ടില്ല. വിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉച്ചയായപ്പോൾ ഗോപനും കടയടച്ചിട്ട് ഊണ് കഴിക്കാനായി വന്നിരുന്നു. അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഏകദേശം ഒരു 2 മണിയോട് കൂടി ശേഖരനും സുമിത്രയും വിജയോട് യാത്ര പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോന്നു. അവർ വീട്ടിലെത്തിയപ്പോൾ ഉണ്ണിമോളും വീണയും കോളേജിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും പരിപ്പോടെയും സുഖിയനും ഒക്കെയായിട്ടാണ് അവർ വന്നത്. കുറച്ച് കഴിഞ്ഞതും വൈശാഖനും ജോലിക്ക് പോയിട്ട് വന്നു. ഇന്നെന്താ മോനെ നീ താമസിച്ചത്? വിഷ്ണുവിനെ കണ്ടായിരുന്നു കവലയെ വെച്ച്. അതാണമ്മേ. അവളുമാരെന്തിയേ? വീണയും ലക്ഷ്മിമോളും കൂടി അപ്പുറത്തുണ്ട്. ഉണ്ണിമോക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അവർ മകന് ചായ എടുത്തു കൊടുത്തു. ബിജി എന്തു പറയുന്നമ്മേ? അവൾക്ക് ക്ഷീണം വല്ലതും ഉണ്ടോ? അച്ഛൻ മേടിച്ചുകൊണ്ട് വന്ന പരിപ്പോടെ കഴിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇപ്പം കുഴപ്പമില്ല മോനെ. അവൾക്ക് ഇങ്ങോട്ട് 2 ദിവസം വന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ, അമ്മയ്ക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ മേലായിരുന്നോ? സ്വന്തം വീട്ടിൽ നിൽക്കാൻ അവൾക്കും ആഗ്രഹമില്ലേ? ആ, ഗോപനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ സമ്മതിച്ച നിങ്ങളെല്ലാവരും കൂടി ചെല്ലുമ്പോൾ അവളോട് വരാനാ ഞാൻ പറഞ്ഞു. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാമേ. അവളോട് വിഷമിക്കാതിരിക്കാൻ അമ്മ വിളിക്കുമ്പോൾ പറയണം. പെട്ടെന്ന് അയ്യോ അമ്മയെ ഓടി വായോ എന്ന് വീണ ഉറക്ക വിളിച്ചു. വൈശാഖനും സുമിത്രയും കൂടി ഓടിച്ചെന്നു. നോക്കിയപ്പോൾ ലക്ഷ്മിയുടെ വലത് കൈയിൽ നിന്ന് രക്തം വാർന്നു വരുന്നു. അയ്യോ, എന്തു പറ്റി മോളെ? സുമിത്ര അവൾക്കരികിലേക്ക് ഓടി വന്നു. നാളികേരം പൊതിച്ചതാണമ്മേ. വെട്ടുകത്തി തിരിഞ്ഞു വന്നു കൊണ്ടു. വീണ പറഞ്ഞു. ലക്ഷ്മിയെ വിറയ്ക്കുകയാണ്. നിനക്കറിഞ്ഞുകൂടെങ്കിൽ എന്തിനാ ഈ പണിക്ക് പോയത്? ആശുപത്രി കൊണ്ടുപോകണോ അമ്മേ? വൈശാഖൻ ദേഷ്യപ്പെട്ടു. ദിനേശ് ഡോക്ടറുടെ ക്ലിനിക്കിൽ പോകാൻ മോനെ. അവരൊരു തുണിയെടുത്ത് അവളുടെ കയ്യിൽ വലിച്ചു കെട്ടി. വേണ്ടമ്മേ, ഒരിടത്തും പോകണ്ട, ഇത് പെട്ടെന്ന് കരിഞ്ഞോളും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ വാ, വേഗം റെഡിയാവുക, നമുക്ക് ക്ലിനിക്കിൽ പോകാം. വൈശാഖൻ കുറേ നിർബന്ധിച്ചപ്പോൾ അവൾ പോകാൻ റെഡിയായി. കാർ ഓടിച്ചു പോകാൻ പറ്റില്ലല്ലോ. എന്നാ ചെയ്യേട്ടാ, മഴയും വരുന്നുണ്ട്. വീണ മാനത്തേക്ക് നോക്കി പറഞ്ഞു. പറഞ്ഞ പോലെ നേരാണല്ലോ. ഒരു കാര്യം ചെയ്യുക, ബൈക്കിൽ പോയിട്ട് വരാം, നീ വാ. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്മിയും അവൻ്റെ ഒപ്പം ബൈക്കിൽ കയറി. ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമല്ലേ ലക്ഷ്മി? നീ ഇങ്ങനെ അശ്രദ്ധ കാണിച്ചാൽ എന്തു ചെയ്യും? ബൈക്ക് ഓടിക്കവേ വൈശാഖൻ അവളോട് പറഞ്ഞു.
അറിയാതെ പറ്റിയതല്ലേ ഏട്ടാ, ക്ഷമിക്ക്. പെട്ടെന്ന് അവളുടെ സംസാരത്തിലുണ്ടായ മാറ്റം അവനെ അമ്പരപ്പിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നതും ഡോക്ടർ അവളുടെ കൈ പരിശോധിച്ചു. സാരമില്ല, സ്റ്റിച്ചിടേണ്ട കാര്യമൊന്നുമില്ല, ഒരാഴ്ച കൊണ്ട് മുറിവ് ഭേദമാകും. ഡോക്ടർ ദിനേശ് ലക്ഷ്മിയോടും വൈശാഖിനോടുമായി കാര്യങ്ങൾ പറഞ്ഞു. ഇരുമ്പ് കത്തിയല്ലേ കൊണ്ടത്, എന്തായാലും നമുക്കൊരു TT എടുത്തേക്കാം. ഡോക്ടർ അത് പറയുകയും ലക്ഷ്മി ഞെട്ടിയത് വൈശാഖൻ കണ്ടു. വേണ്ട ഡോക്ടർ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പുതിയ കത്തിയായിരുന്നു, തുരുമ്പൊന്നും എടുത്തതല്ല. എന്താ ലക്ഷ്മി ഇത്? ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, ഒരു ഇഞ്ചക്ഷൻ്റെ കാര്യമല്ലേ ഉള്ളൂ. വൈശാഖനും അങ്ങനെ പറഞ്ഞതോടെ ലക്ഷ്മി നിസ്സഹായയായി. ഒരു സിസ്റ്റർ വന്ന് അവളെ അകത്തെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി വന്നു. ഇങ്ങനെ പേടിച്ചാൽ മുൻപോട്ടൊക്കെ എന്നാ ചെയ്യും? ഒരു സിസ്റ്റർ പറയുന്നത് അവർ രണ്ടാളും കൂടി ഇറങ്ങിയപ്പോൾ കേട്ടു. മുൻപോട്ട് എന്ത് കാര്യമാണ് ഇത്രയ്ക്ക് സംഭവമായിട്ടുള്ളത്? അവരുടെ ഇഞ്ചക്ഷൻ, ഓ എന്ത് വേദനയാണുള്ളത്. ലക്ഷ്മിക്ക് ദേഷ്യം വന്നു. മോളെ ലക്ഷ്മി, ഒരു സ്ത്രീ പൂർണ്ണതയിലെത്തുന്നത് അവളൊരു അമ്മയാവുമ്പോഴാ. അതവർക്കറിയാം. നീ ഇപ്പോഴും അശോക മുതലാളിയുടെ കുഞ്ഞിയല്ലേ. അതിനപ്പുറം നീ എൻ്റെ ഭാര്യയാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. ഇവർക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണ്? കല്യാണം കഴിഞ്ഞ് ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയും കണ്ട ഇവറ്റകളുടെയൊക്കെ വായിൽ ഇതേ വരുവുള്ളോ? ലക്ഷ്മി അവൻ്റെ ഒപ്പം ബൈക്കിൽ കയറി. കുറച്ചങ്ങ് ചെന്നതും തട്ടുകടയിൽ നിന്ന് നല്ല മുരിഞ്ഞ ദോശയുടെയും ചിക്കൻ ഫ്രൈയുടെയും ഓംലെറ്റിൻ്റെയും ഒക്കെ രസിപ്പിക്കുന്ന ഗന്ധം വരുന്നുണ്ടായിരുന്നു. നിനക്ക് ഓംലെറ്റ് വേണോ? എനിക്കൊന്നും വേണ്ട, വേഗം പോയാൽ മതി, അവൾ അലസഭാവത്തിൽ പറഞ്ഞു. കൈക്ക് വേദനയുണ്ടോ? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണോ? ഒന്നും വേണ്ട, ഒന്ന് വേഗം വണ്ടി വിട്. എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. അവൻ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി. ആ, തൻ്റെ അച്ഛനാണ്, ഇതാ. ഹലോ അച്ഛാ. ആ, കുഴപ്പമില്ല, വേണ്ട, വരണ്ട. അമ്മേ? ഇല്ലമ്മേ, പ്രോബ്ലം ഇല്ല. ഇതാ അമ്മ പറഞ്ഞ ഏട്ടൻ്റെ കൈ കൊടുക്കാൻ. ഹലോ അമ്മേ. ഇഞ്ചക്ഷൻ എടുത്തു, സ്റ്റിച്ചിടേണ്ട കാര്യമില്ല, ചെറിയ മുറിവേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ അച്ഛാ, ഇല്ല പ്രോബ്ലം ഇല്ല. ഉവ്വ്, അത് ഞാൻ വണ്ടി ഓടിക്കുക. ഓക്കെ. വൈശാഖൻ ഫോൺ കട്ട് ചെയ്തിട്ട് പോക്കറ്റിലിട്ടു. എന്നിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. നിൻ്റെ അച്ഛനും അമ്മയും ഇന്ന് കാണാൻ വരുമോടി നിന്നെ? വേണ്ടി വന്നാൽ വരും. കാണണോ? അയ്യോ വേണ്ടേ. മഴ ചന്നം പിന്നെ പെയ്യാൻ തുടങ്ങി. അവർ വീടെത്തിയപ്പോൾ എല്ലാവരും ഉമ്മറത്തിരിക്കുവാണ്. എന്തു പറഞ്ഞു മോനെ? മോളെ എങ്ങനെയുണ്ട്? സുമിത്ര വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ഓടി വന്നു. കുഴപ്പമില്ലമ്മേ, കുറച്ച് ദിവസം കൊണ്ട് മാറിക്കോളും. ലക്ഷ്മി അകത്തേക്ക് കയറി. സൂക്ഷിക്കണം കേട്ടോ, പരിചയമില്ലാത്ത ജോലിയൊന്നും ചെയ്യേണ്ടിനി. ശേഖരൻ വാത്സല്യത്തോടെ അവളെ നോക്കി. ശോ, നാളെ ഇനി എങ്ങനെ നമ്മൾ പോകും? എന്തെല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു. ഉണ്ണിമോൾ വിഷണ്ണയായി. എവിടെ പോകുന്ന കാര്യമാടി? വൈശാഖൻ അവളെ നോക്കി. ഏട്ടാ, നാളെയല്ലേ വിജി ചേച്ചിയുടെ അടുത്ത് നമുക്കെല്ലാവർക്കും കൂടി കാറിൽ പോകാമെന്ന് പറഞ്ഞത്? ഓ ശരിയാ, ഞാനത് മറന്നു. നാളെ നിനക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ മോനെ? നാളെ ശനിയാഴ്ചയല്ലേ? നാളെ വ്യാപാരി വ്യവസായി ഹർത്താലാണ്, അതുകൊണ്ട് നാളെ എനിക്ക് പോകണ്ടച്ചാ. പറഞ്ഞ പോലെ ഇനി എങ്ങനെ പോകുമെന്ന് വീണയും ആലോചിച്ചു. ലക്ഷ്മി ഊറിച്ചിരിക്കുന്നത് ഒളികണ്ണാൽ വൈശാഖൻ കണ്ടു. ഏട്ടന് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ 3 പേരും കൂടി പോയാൽ മതിയായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. ശരിയാ വല്യേട്ടാ, വല്യേട്ടൻ ഉടനെ തന്നെ ഡ്രൈവിംഗ് പഠിക്കണം. ഉണ്ണിമോൾ അവനെ പ്രോത്സാഹിപ്പിച്ചു. അതൊക്കെ ഇനി നാളത്തെ കാര്യമല്ലേ. മോളെ ലക്ഷ്മി, നീ മുറിയിലേക്ക് പോയി റെസ്റ്റ് എടുക്ക്. ശേഖരൻ പറഞ്ഞതും എല്ലാവരും പിരിഞ്ഞുപോയി. നിനക്ക് എങ്ങനെയെങ്കിലും ഓടിക്കാൻ പറ്റുമോ ലക്ഷ്മി? അളിയനോടാണെങ്കിൽ വിളിച്ചു പറയുകയും ചെയ്തു നാളെ വരുന്ന കാര്യം. വൈശാഖൻ വിഷമത്തോടെ ഭാര്യയെ നോക്കി. ഈ വയ്യാത്ത കൈ കൊണ്ട് ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യും? ഏട്ടനൊന്ന് ചിന്തിച്ചൂടെ? അത് ശരിയാ, ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഉണ്ണിമോൾ പറഞ്ഞ പോലെ ഏട്ടനെ ഡ്രൈവ് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ആ അതൊക്കെ പോട്ടെ, നീ റെസ്റ്റ് എടുക്ക്. വൈശാഖൻ അവളോട് പറഞ്ഞിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വീണേ, ഉണ്ണിമോളെ, അവൻ വിളിച്ചു. എന്തേട്ടാ? അവർ രണ്ടാളും കൂടി അവൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം നാളത്തെ കാര്യം എങ്ങനെ അടി? ഞാൻ അളിയനോട് വിളിച്ചു പറഞ്ഞായിരുന്നു ചെല്ലുന്ന കാര്യം. ഏടത്തേക്ക് വയ്യാണ്ട് എങ്ങനെയാ നമ്മൾ പോകുന്നേ? തന്നെയല്ല, കാറോടിക്കാൻ ഏടത്തിയില്ല താനും. എടി വീണേ, അതൊന്നും സാരമില്ല. കാലത്തെ തന്നെ നിങ്ങൾ പോകാൻ റെഡിയായിക്കൂ. എന്തെങ്കിലും വഴി ഞാൻ കാണാം. തൽക്കാലം നമ്മൾ 3 പേരും ഇതറിഞ്ഞാൽ മതി കേട്ടോ.
അവൻ തിക്കും പൊക്കും നോക്കിയിട്ട് പറഞ്ഞു. ശരി ഏട്ടാ. അപ്പോഴേക്കും സുമിത്ര അവിടേക്ക് വന്നു. മോളെ വീണേ, നീ ഏട്ടനെ പോയി വിളിച്ചുകൊണ്ട് വരൂ. എല്ലാവർക്കും ഭക്ഷണം എടുത്ത് വയ്ക്കാം. ഉണ്ണിമോളെ, ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ നീ. അവർ പറഞ്ഞപ്പോൾ വൈശാഖം പെങ്ങളെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. നീ പോയി ഭക്ഷണം എടുത്ത് വെക്കാൻ നോക്ക്, ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് വൈശാഖൻ മുറിയിലേക്ക് പോയി. അവൻ ചെന്നപ്പോൾ ലക്ഷ്മി കട്ടിലിൽ കിടക്കുവാണ്. വേദനയുണ്ടോ ലക്ഷ്മി? അവൻ ചോദിച്ചു. ചെറുതായിട്ട്. അവൾ പതിയെ എഴുന്നേറ്റിരുന്നു. വാ, ഭക്ഷണം കഴിക്കാം. സ്പൂണിൽ പതിയെ എടുത്തുകൊണ്ടാണ് അവൾ കഴിച്ചു തീർത്തത്. ലക്ഷ്മി, എനിക്കൊരു സംശയം. വൈശാഖൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവൾ റൂമിൽ വിശ്രമിക്കുകയാണ്. എന്താ? അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു. അവളുടെ മുറിഞ്ഞ കൈയെടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി. ലക്ഷ്മി, നാളികേരം പൊതിച്ചപ്പോൾ നിന്റെ വലത് കൈയിൽ എങ്ങനെയാണ് ഈ മുറിവുണ്ടായത്? സാധാരണ ഇടത് കൈയിലല്ലേ മുറിവുണ്ടാകേണ്ടത്? അവൻ്റെ കണ്ണുകളെ നേരിടാനാവാതെ അവൾ മുഖം കുനിച്ചു. എനിക്കറിയില്ല ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. പക്ഷെ അവളുടെ കണ്ണുകളിൽ നിന്ന് അവനത് വായിച്ചെടുത്തു. വിജയെ കാണാനായി നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്, എന്നിട്ടൊരു ദിവസം വീട്ടിലും സ്റ്റേ ചെയ്യാമെന്നുമാണ് ലക്ഷ്മി ആദ്യം വൈശാഖനോട് പറഞ്ഞത്. പക്ഷെ താനത് സമ്മതിച്ചില്ല. സഹോദരിമാരുമായിട്ട് പോയിട്ട് വരാമെന്ന് അവളോട് താൻ പറഞ്ഞതും അവളുടെ മുഖം വാടിയതുമെല്ലാം അവനപ്പോൾ ഓർത്തെടുത്തു. ഞാൻ കിടക്കാൻ പോവാണ്, ഗുഡ് നൈറ്റ്. വൈശാഖൻ നോക്കിയപ്പോൾ ലക്ഷ്മി കണ്ണുകൾ അടച്ചു. താൻ വിചാരിച്ചതിലേക്ക് കൂടിയ വിഷമാണിവൾ. ഇവളെ മാറ്റിയെടുക്കുക അത്ര എളുപ്പമല്ലെന്ന് അവനോർത്തു. തുടരും.